പാലക്കാട് കോട്ടായിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിനെ ചൊല്ലിയുള്ള പോര് തുടരുന്നു. പോലീസ് താഴിട്ടുപൂട്ടിയ വാതിൽ പൊളിച്ച് CPM അകത്ത് കയറിയതിനു പിന്നാലെ പ്രതിഷേധവുമായി കോൺഗ്രസ്. CPM സ്ഥാപിച്ച നേതാക്കളുടെ ചിത്രങ്ങളും പതാകയും ഫ്ലക്സും നീക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു കോൺഗ്രസ് പ്രതിഷേധം. കോട്ടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസായി പ്രവർത്തിച്ച കെട്ടിടത്തിന് ചുവപ്പ് പെയിന്റ് അടിക്കാനുള്ള ശ്രമത്തിലാണ് സംഘർഷത്തിന്റെ തുടക്കം. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച മണ്ഡലം പ്രസിഡന്റ് മോഹൻകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു നീക്കം. പോലീസ് ഇടപെട്ട ഓഫീസ് താഴിട്ട് പൂട്ടുകയും RDO സ്ഥലത്തെത്തി അന്തിമ തീരുമാനം സ്വീകരിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തതിന് പിന്നാലെ രാത്രി CPM പ്രവർത്തകർ എത്തി വാതിൽ പൊളിച്ച് അകത്തുകയറുകയും കൊടിയും കവാടവും തകർക്കുകയും CPMന്റെ കൊടി സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. കെട്ടിടത്തിന്റെ വാടക കരാർ മോഹൻകുമാറിന്റെ പേരിലായതിനാൽ പോലീസിന് ഇവരെ നിയമപരമായി തടയാൻ സാധിച്ചില്ല. CPM പ്രവർത്തകർ മടങ്ങിയതോടെ പോലീസ് വീണ്ടും വാതിൽ അടച്ചുപൂട്ടി. ക്രമസമാധാനം തകർക്കാൻ ശ്രമിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ഓഫീസിൽ കയറിയ CPM പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. പിന്നീട് കോൺഗ്രസ് ജില്ലാധ്യക്ഷന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. ഞങ്ങളുടെ ഓഫീസ് 10-70 വർഷമായി നിൽക്കുന്ന ഓഫീസ്, അതിൽ കയറി ഒരാൾ മാറിയെങ്കിലും അങ്ങനെ ഒരാൾ മാറി പോവോ? തീ വെക്കാൻ തല്ലിപ്പൊക്കെ ഞങ്ങൾക്ക് ആളുണ്ട്. ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്ന ആളല്ല. പേടിക്കണ്ട, ചെയ്യുകയും ചെയ്യും വേണ്ടി വന്ന തർക്കമൊന്നും വേണ്ട. പക്ഷെ ആവശ്യമില്ലാതെ നിങ്ങൾക്ക് ഉണ്ടാവും 10-200 ആളെ സംഘടിപ്പിച്ച കോൾമന്ത വന്ന ആൾക്ക് പേര് പറഞ്ഞ ആരൊക്കെ ഉള്ളത്. എന്നിട്ട് ഇതൊന്നും വെച്ച് ഉറപ്പിക്കില്ല. അങ്ങനെ ഡിവൈസ് കൂടി ഉണ്ടാവട്ടെ, കാണാം എന്താ ചെയ്യുന്ന നോക്കട്ടെ. ഇപ്പൊ ചെയ്യുന്ന ഡിവൈഎഫ്ഐയും ഡിവൈഎസ്പിയും കൂടി ചെയ്തതാണ് ഇത് മുഴുവൻ. ആരുടെവന്റെ കയ്യിൽ ചാവിയും കൊടുത്തിട്ട് പോലീസ് പ്രൊട്ടക്ഷനോട് വെച്ച് ഡിവൈഎസ്പി തല്ലിപ്പൊളിക്കാൻ പറയുന്നത് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഉള്ളി കയറാ പറയുന്നുണ്ട്, ചവിട്ടി പൊളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെള്ളം വിളിച്ച് സംസാരിച്ചു. എന്റെ ഫോൺ നോക്കിയാൽ മതി. ഞാൻ 5 മണിക്ക് സംസാരിച്ചു. നിങ്ങൾ പറഞ്ഞ മുഴുവൻ എന്റെ കയ്യിൽ റെക്കോർഡുണ്ട്. ഞങ്ങളത് വെറുതെ വിടില്ല. നിങ്ങളുടെ ഓഫീസ് ഞങ്ങൾ മാർച്ച് നടത്തും. പേടിക്കൊന്നും വേണ്ട. അപ്പൊ എന്തായാലും ഇതിലൊന്നും തീരുമാനമാകട്ടെ. ഈ തല്ലിപ്പൊളിക്കാനാണെങ്കിൽ ആർക്ക് ഈസിയാണ്. എന്റെ 2 കുട്ടികൾ വേണ്ടി ഇപ്പൊ തല്ലിപ്പൊളിക്കും അവർ ഓഫീസ്. അറിയോ നിങ്ങൾ 5 മിനിറ്റ് തല്ലിപ്പൊളിക്കും. പക്ഷെ അതല്ലല്ലോ പ്രശ്നം. അതാണോ ഒരു പ്രശ്നം പരിഹരിപ്പിക്കേണ്ടത്? മുന്നിൽ നിൽക്കാൻ ചെയ്യാൻ നല്ല പ്രാപ്തിയുള്ള ആളുകൾ നമ്മുടെ കയ്യിലുണ്ട്. എന്നിട്ട് പോയിട്ട് ഒരു 100 പേര് ഇവിടെ നിന്നല്ല, തെറ്റിദ്ധാരണ കുഴമൊന്നും അവിടെ നിന്ന് എല്ലായിടത്തും പേര് പറയാൻ വന്ന ആളുകളിലേക്ക് ഇവിടെ വന്ന് തല്ലി പൊളിച്ചെടുപ്പുമ്പോ ഞങ്ങളുടെ കയ്യിൽ ഇതുണ്ട്, റെക്കോർഡുണ്ട്. എന്നിട്ട് ഇയാൾ കാവൽ നിൽക്കുക, ചെയ്യാൻ വേണ്ടി കാവൽ നിൽക്കുക. ഡിവൈഎസ്പി ഓർത്ത് നോക്കണം. ഈ പാവങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല. അയാൾ തടുക്കാൻ മുമ്പ് അയാൾ ചെയ്തോ മിണ്ടായിരിക്കണോ പറഞ്ഞാൽ ഇവര് മിണ്ടായിരിക്കാനേ പറ്റുള്ളൂ. അയാൾ ഒറ്റ ആളാണ് മുഴുവൻ പ്രതി. ഞാൻ SP പറഞ്ഞിട്ടുണ്ട് അയാളുടെ നീതി കിട്ടില്ല എന്നുള്ളത്. അയാൾ നേതൃത്വം ചെയ്തെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ SP അല്ല ഇതിന് മുഴുവൻ ചാർജ് ചെയ്യാതെ SP എന്നത് പറഞ്ഞാണ്, ഉറപ്പ് പറഞ്ഞാണ്. അതേ സെക്ഷൻ പറഞ്ഞു, അത് വെച്ച് ചാർജ് ചെയ്തിരിക്കും. ചൊവ്വാഴ്ച രാവിലെ വീണ്ടും കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. CPM പ്രവർത്തകർ നീക്കിയ കവാടം കോൺഗ്രസ് പ്രവർത്തകർ പുനഃസ്ഥാപിച്ചു. DCC പ്രസിഡന്റ് തങ്കപ്പൻ പതാക ഉയർത്തി. തുടർന്ന് പാർട്ടി ഓഫീസിന് മുന്നിൽ മുദ്രാവാക്യം വിളികളുമായി കോൺഗ്രസ് വലിയ പ്രതിഷേധം നടത്തി. Zindabad! National Congress Zindabad! Bharat Bharat
ഓഫീസിനകത്ത് കയറിയ CPM സ്ഥാപിച്ച നേതാക്കളുടെ ചിത്രങ്ങളും പതാകയും ഫ്ലെക്സും നീക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു കോൺഗ്രസ് പ്രതിഷേധം. പാർട്ടി ഓഫീസ് സംബന്ധിച്ചിട്ട് അതിൻ്റെ യഥാർത്ഥ മുതലാളി തന്നെ വന്നു. ഞാൻ ഇവിടെ എഗ്രിമെൻറ്റ് ചെയ്തത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയ്ക്കുള്ളതൊക്കെ ചെയ്തത്, അല്ലാതെ മോഹൻകുമാറിന് കൊടുത്തിട്ടില്ല. ഞാൻ ഇപ്പോഴും കൊടുത്തിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്കാണെന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. അതോടുകൂടി 100% കോൺഗ്രസിന് ആയല്ലോ. പിന്നെ വെറുതെ വേണ്ടാതെ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഉടമ പറഞ്ഞതാണല്ലോ ശരി, ഞാൻ നിങ്ങൾ പറഞ്ഞും കേൾക്കേണ്ട, അപ്പുറത്തുള്ള പറഞ്ഞു. അപ്പോൾ ഈ ഉടമ പറഞ്ഞ കാലാകാലം കോൺഗ്രസിന് കൊടുക്കുന്നത്, ഇപ്പം ഞാൻ കോൺഗ്രസിനാണ് കൊടുത്തിരിക്കുന്നതെന്ന് എല്ലാ മാധ്യമത്തിന് മുന്നിൽ പറഞ്ഞു കഴിഞ്ഞു. അതാണ് യഥാർത്ഥ തെളിവും യഥാർത്ഥ സത്യം. അദ്ദേഹം പറയുന്നത് കേൾക്കുമ്പോൾ ഓണറെ ചീറ്റ് ചെയ്തിട്ടാണ് എഗ്രിമെൻ്റ് എങ്കിൽ അത് തെറ്റിദ്ധരിപ്പിക്കുന്നില്ല, അതൊരു വേറെ ചീറ്റിംഗ് കേസ് എടുക്കേണ്ടത്. കെട്ടിടം കോൺഗ്രസിനാണ് നൽകിയത് എന്ന് കെട്ടിട ഉടമ K. രാമദാസ് വ്യക്തമാക്കി. വാടക കരാർ ഉണ്ടാക്കുമ്പോൾ K. മോഹൻകുമാർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായിരുന്നു. K. മോഹൻകുമാർ രാജിവെച്ച് പാർട്ടി മാറിയ കാര്യം അറിയില്ല. RDO വിളിച്ച ചർച്ചയിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കും. പാർട്ടി ഓഫീസ് കോൺഗ്രസിന് തന്നെ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മോഹൻകുമാർ ചോദിക്കുന്നത് നിങ്ങൾ അറിയിച്ചിട്ടില്ല, രാജിവെച്ച കാര്യങ്ങളൊന്നും നിങ്ങൾ അറിയിച്ചിട്ടില്ല. അതേസമയം പാലക്കാട് RDOയുടെ നേതൃത്വത്തിൽ ഇരുവിഭാഗവുമായി ചർച്ച നടത്തുകയുണ്ടായി. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ ഉടമ, കോട്ടായി പോലീസ് ഇൻസ്പെക്ടർ തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുത്തു. വൈകിട്ട് 3:30 ആരംഭിച്ച ചർച്ച 2.5 മണിക്കൂറോളം നീണ്ടു. ഓരോരുത്തരുടെയും പക്ഷം കേട്ട ശേഷം ചർച്ചയിലെ തീരുമാനം പിന്നീട് അറിയിക്കാമെന്നാണ് RDO അറിയിച്ചിട്ടുള്ളത്. പാർട്ടി പറയുന്നതിനനുസരിച്ച് നീങ്ങുമെന്നാണ് കോൺഗ്രസ് വിട്ട് CPMലേക്ക് പോയ മോഹൻകുമാറിന്റെ പ്രതികരണം. ഞങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നത്തിൻ്റെ പേരിൽ ഞാൻ രാജിവെച്ച് 11-ാം തീയതി രാജിവെച്ച ശേഷം അദ്ദേഹത്തെ ബിൽഡിംഗ് ഓണറിനെ ബന്ധപ്പെടുകയും എൻ്റെ പൊളിറ്റിക്കൽ പാർട്ടി ഓഫീസായിട്ട് എനിക്ക് തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മലയാളത്തിൽ ഡ്രാഫ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അത് മനസ്സിലാകുന്നില്ലാന്ന് കരുതിയപ്പോൾ ഇവിടെ ഇംഗ്ലീഷിൽ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തു. അത് 12-ാം തീയതിയാണ് എനിക്ക് ചെയ്തത്. 11-ാം തീയതി ഞാൻ രാജിവെച്ചു. 12-ാം തീയതിയാണ് ഞങ്ങൾ കരാറിലേർപ്പെട്ടത്. ആ 12-ാം തീയതി ഒരു 11 മാസത്തെ എഗ്രിമെൻ്റാണ്. ആ 11 മാസ കാലയളവിൽ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് എനിക്ക് എൻ്റെ ആവശ്യത്തിന് ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി പൊളിറ്റിക്കൽ പാർട്ടിക്കായിട്ട് ഉപയോഗിക്കാൻ തന്ന ഓഫീസാണ്. അല്ലാതെ ഒരു മണ്ഡലം കമ്മിറ്റി ഓഫീസോ കോൺഗ്രസിൻ്റെ ഓഫീസോ കയ്യേറണമെന്ന് യാതൊരു തരത്തിലുള്ള ഇൻറ്റൻഷനുമില്ല, അത്തരത്തിലുള്ള നിർദ്ദേശവുമില്ല. ഇനി വേറൊരു കാര്യം, ഈ പറഞ്ഞ എല്ലാ നിയമ നടപടിയും നൂലാമാലകൾക്കപ്പുറത്ത് എൻ്റെ പാർട്ടി എന്നോട് പറയുകയാണ്. ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഉണ്ട്, അദ്ദേഹം ഒരു നിർദ്ദേശം തരികയാണ്. ഇതെല്ലാം പോകട്ടെ, ഈ പാർട്ടി, അതായത് നമ്മുടെ സംസ്ഥാനം ഇത് നമുക്കത് യോജിച്ചതല്ല എന്ന് അവർ പറയുകയാണെങ്കിൽ യാതൊരുവിധ എതിർപ്പും കൂടാതെ എൻ്റെ ഈ എഗ്രിമെൻറ്റോ ഈ മറ്റുള്ള കാര്യങ്ങളോ ഈ കോടതികളോ ഈ പോലീസോ ഒന്നുമില്ലാതെ ആ പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള കാര്യത്തിന് അവർക്കത് കൊടുക്കൂ എന്ന് പറഞ്ഞാൽ എൻ്റെ പാർട്ടി പറഞ്ഞാൽ ഞാൻ അത് കേൾക്കുവാൻ തയ്യാറാണ്. അല്ലാതെ ഒരു എഗ്രിമെൻറ്റിൻ്റെ ബലത്തിൽ കടിച്ചു തൂങ്ങി ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ ഓഫീസല്ല, ആ ഓഫീസിനകത്ത് ഇരിക്കാൻ അർഹതയില്ലാത്ത ആൾക്കാരാണെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഐക്യകണ്ഠേന തീരുമാനിച്ചവർ, ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 3 കൊല്ലവും വരാത്തവർ, ഇന്നലെ 3 കൊല്ലമായി ഇവരെ ഒരുമിപ്പിക്കാൻ കഴിയാത്ത എനിക്ക് ഇന്നലത്തെ 1 മണിക്കൂർ കൊണ്ട് ഒരു തർക്കമുണ്ടായപ്പോൾ എല്ലാ ഗ്രൂപ്പുകാരും ഒറ്റക്കെട്ടായി വന്നു. അതിൽ എനിക്ക് വളരെയധികം സന്തുഷ്ടിയുണ്ട്. ഈ ഐക്യം നന്നായി കൊണ്ടുപോട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു. അത്രയേ ഉള്ളൂ. കെട്ടിടം കോൺഗ്രസിനാണ് നൽകിയത് എന്ന് കെട്ടിടോടമ യോഗത്തിൽ വ്യക്തമാക്കിയതായി DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ പറഞ്ഞു. ചർച്ച RDO ഞങ്ങളുടെ ഭാഗം പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റ് എന്ന പദവി ആണെന്ന് ധരിച്ചാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ എഗ്രിമെൻ്റ് എഴുതിയത്, മോഹൻകുമാറിൻ്റെ പേരിൽ എഗ്രിമെൻ്റ് എഴുതിയെന്ന് കെട്ടിട ഉടമസ്ഥൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പം സത്യത്തിൽ കെട്ടിട ഉടമസ്ഥനെ ഉൾപ്പെടെ ചതിക്കുകയാണ് ചെയ്തത്. ചീറ്റിംഗ് കേസ് എടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് എന്ന ധാരണയിൽ ആണ് അദ്ദേഹം ഈ കരാറിലേർപ്പെട്ടത്. അപ്പോൾ അത് എല്ലാവരുടെയും വാദം RDO കേട്ടു, തീരുമാനം പിന്നീട് അറിയിക്കാമെന്ന് പറഞ്ഞു. അത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റ് എന്ന നിലയിലാണ് മോഹൻകുമാറിന് കൊടുത്തത്. കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ ഇനിയും ഞാൻ കൊടുക്കുള്ളൂ എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പറഞ്ഞു. RDOയോട് പറഞ്ഞു. എവിടെ നിന്നും പറഞ്ഞു? നിങ്ങളൊക്കെ രാവിലെ പറഞ്ഞാണ്. അത് തന്നെ അത് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് സത്യത്തിൽ ഏതൊരു കോൺഗ്രസ് പ്രവർത്തകൻ പറയുന്നതിനേക്കാൾ വളരെ ശക്തമായ ഭാഷയിലാണ് അദ്ദേഹം അവിടെ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പറഞ്ഞത്. UTV ന്യൂസ്, പാലക്കാട്.